ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 60 മരണം. മരിച്ചവരിൽ 2 CISF ജവാന്മാരും ഉൾപ്പെട്ടു. 167 പേർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. ജമ്മു കാശ്മീരിന് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, 200-ലധികം ആളുകളെ കാണാതായി എന്നൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ദുരന്തമാണ് ആ മേഖലയിൽ സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ആഴവും പരപ്പും എന്നത് പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഈ മജയിൽ മാതാദേവി ടെമ്പിൾ, ഇത് ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ ട്രക്ക് ചെയ്താണ് ഈ ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്തുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു കൂട്ടം തീർത്ഥാടകർ തന്നെ യാത്ര നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തീർത്ഥാടനം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ചുസിതി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ആളുകൾക്ക് അവിടെ തങ്ങി അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. അവിടെ ഒരു സമൂഹ അടുക്കള തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ മിന്നൽ പ്രളയം മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായത്. ആ ഭാഗത്ത് ഇപ്പോൾ അവിടുത്തെ BJP-യുടെ നേതാവും അവിടുത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുനിൽ ശർമ്മ പറയുന്നതനുസരിച്ചിട്ട് ഈ തീർത്ഥാടനത്തിനായി ഏതാണ്ട് 1000 മുതൽ 1200 ആളുകൾ വരെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. നിലവിൽ ഏതാണ്ട് 60 പേരായി മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. തുടക്കത്തിൽ ചെറുതായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണാതായ ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സൈന്യവും നാട്ടുകാരും അതുപോലെ തന്നെ ദ്രുത കർമ്മസേനയും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എത്രയും പെട്ടെന്ന് ഈ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നായിരുന്നു നിർദ്ദേശം. മാത്രമല്ല അവിടെ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണ്. ശക്തമായ മഴ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം ഇവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നാളെ സ്വാതന്ത്ര്യദിനത്തിൽ അവിടെ നടത്തേണ്ട പരിപാടികളൊക്കെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടുത്തെ ജമ്മു കശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ അങ്ങോട്ടേക്ക് തിരിക്കുമെന്ന്, കാലാവസ്ഥ അനുകൂലമായാൽ നാളെ അങ്ങോട്ടേക്ക് തിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൗധരി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാ ദൗത്യം അവിടെ അതിവേഗം തന്നെ തുടരുകയാണ്. പ്രതിപക്ഷ നേതാക്കളും രാഷ്ട്രീയ നേതൃത്വവും അടക്കം ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവിടുത്തെ BJP നേതാവ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 1000 മുതൽ 1200 ആളുകൾ വരെ ഈ തീർത്ഥാടനത്തിനായി അവിടെ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഈ രാത്രിയിൽ രക്ഷാദൗത്യം അത് ദുഷ്കരമാണ്. കാരണം വളരെയേറെ അറ്റത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 25 കിലോമീറ്റർ കയറ്റവും കുന്നും മലയും ഒക്കെ കടന്നു വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യത്തിന് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിലവിൽ 60 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ 2 CISF ജവാന്മാരുമുണ്ട്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നിലവിൽ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. അതും പരിശോധിച്ച് വരികയാണ്. ഡൽഹിയിലെ നോർക്കയുടെ അധികാരികൾ അവിടെ പരിശോധിച്ച് അക്കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. നിലവിലൊരു ടോൾ ഫ്രീ നമ്പർ, ഒരു ഹോട്ട്ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവർ വർഷത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഒരു തീർത്ഥാടന യാത്ര കൂടിയാണിത്. എന്തായാലും ഈ രാത്രിയിലും ഈ രക്ഷാദൗത്യം തുടരുകയാണ്. മണ്ണിനടിയിൽ ഒരുപാട് പേർ കിടപ്പുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ രാത്രിയും പുലർച്ചെയും ഒക്കെയായി ഈ രക്ഷാദൗത്യം തുടരാനാണ് തീരുമാനം. ഏതാണ്ട് 200-ലധികം ആളുകളെ കാണാനില്ല എന്നൊക്കെ പ്രാഥമികമായ ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്കാണ് അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ആഘാതമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 60 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടേക്ക് എത്തിയിരുന്നു. അവിടെ ഒരു ബേസ് ക്യാമ്പും ഒരു കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ മേഖലയിലേക്കാണ് ഈ പ്രളയജലം കുത്തി ഒഴുകിയെത്തിയത്. അതുകൊണ്ട് അതിൽ എത്ര ആളുകൾ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. അവിടുത്തെ അപകടത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രം പുറം ലോകത്തേക്ക് വന്നിട്ടുമില്ല. രക്ഷാപ്രവർത്തകരൊക്കെ അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യം മാതൃകാപരമായ പുരോഗതി കൈവരിച്ചെന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം. ഏറ്റവും വേഗമേറിയ നേട്ടമുണ്ടായത് വിവരസാങ്കേതിക മേഖലയിലാണ്. നഗരജീവിതം മെച്ചപ്പെടുത്താനും സർക്കാർ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ നേട്ടം ഇന്ത്യൻ ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. हमें देश के विभाजन से हुई पीड़ा को कदापि नहीं भूलना चाहिए। आज हमने विभाजन विभीषिका स्मृति दिवस मनाया।
विभाजन के कारण भयावह हिंसा देखी गई और लाखों लोग विस्थापित होने के लिए मजबूर किए गए। आज हम इतिहास की गलतियों के शिकार हुए लोगों को श्रद्धांजलि अर्पित करते हैं। ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യേക ആദരം. 4 വ്യോമസേന ഉദ്യോഗസ്ഥർക്കും 2 കരസേന ഉദ്യോഗസ്ഥർക്കും സർവോത്തം യുദ്ധസേവാ മെഡൽ പ്രഖ്യാപിച്ചു. 4 സൈനികർക്ക് കീർത്തി ചക്രയും 4 സൈനികർക്ക് വീർ ചക്രയും 8 സൈനികർക്ക് ശൗര്യ ചക്രയും നൽകും. ഭീകരകേന്ദ്രങ്ങളും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളും തകർത്ത യുദ്ധവിമാന പൈലറ്റുമാർ ഉൾപ്പെടെ 9 വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് വീർ ചക്ര പ്രഖ്യാപിച്ചു. 13 വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട യുദ്ധസേവാ മെഡലും സമ്മാനിക്കും. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ. അനാവശ്യ വാചകമടി നിർത്തിയില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഇനിയുമുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വന്തം തോൽവി മറയ്ക്കാനാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ വീരവാദം മുഴക്കിയതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ തകർന്നാൽ പകുതി ഭൂമിയെയും ഒപ്പം കൊണ്ടുപോകുമെന്നും ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും ഇന്ത്യ സിന്ധു നദീജല കരാർ ലംഘിച്ച് ഡാം നിർമ്മിച്ചാൽ ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു പാക് കരസേനാ മേധാവി അസീം മുനീറിന്റെ പ്രകോപന പ്രസ്താവന. അസീം മുനീറിന്റെ ഈ വീരവാദത്തിനെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. It is well known the known modus operandi of the Pakistani leadership to whip up anti-India rhetoric time and again to hide their own failures. Pakistan would be well advised to temper its rhetoric, as any misadventure will have painful consequences, as was demonstrated recently. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിൽ അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതി ഇടപെടുന്നത് അംഗീകരിക്കുന്നില്ലെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതുവരെ തൽസ്ഥിതി തുടരും. അമേരിക്കയുമായുള്ള ബന്ധം മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലാസ്കയിൽ ഈ മാസം നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. 24 ഡൽഹി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു. 2000 കോടി രൂപയാണ് കടപ്പത്രം വഴി സമാഹരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഓണാഘോഷത്തിന് തികയില്ല ഈ 2000 കോടി. പക്ഷേ അത്രയെങ്കിലും അടിയന്തരമായി കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഓണക്കാല ചെലവുകൾ മുൻകൂട്ടി കണ്ട് സർക്കാരിന്റെ ധനസമാഹരണ പരിപാടിയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ വായ്പ എടുക്കൽ എന്നാണ് കരുതുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി 1,000 കോടി രൂപ വായ്പ എടുക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ലേലം നടക്കും. എന്തായാലും ഇപ്പോൾ സർക്കാർ തുടർച്ചയായി എല്ലാ ആഴ്ചയിലും ശരാശരി 1000 കോടി രൂപ വെച്ചെങ്കിലും വായ്പ എടുക്കുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മറികടക്കാൻ ഈ വായ്പ അനിവാര്യമാണ് എന്ന സ്ഥിതിയാണുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ ഓണക്കാലത്ത് ഏതാണ്ട് 19,000 കോടി രൂപയുടെ ചെലവാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് പകുതിയോളം തുക വായ്പയിലൂടെയും മറ്റും കണ്ടെത്തേണ്ടി വരും. എന്നാൽ പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുക്കാവുന്ന പരിധി ഏതാണ്ട് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ വഴിയും മറ്റും പണം സമാഹരിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ ചെലവ് വരുന്ന ഒരു മാസമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഓണക്കാലം എന്ന് പറയുന്നത്. ആ മാസം അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ 2000 കോടി ഇപ്പോൾ അത് കടപ്പത്രം വഴി എടുക്കാൻ പോകുന്നത്, സമാഹരിക്കാൻ പോകുന്നത്. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ബാധ്യതയില്ല എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മയപ്പെടുത്തിയതോടെയാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണവും കമ്മീഷൻ വ്യക്തമാക്കണം. പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ആ വിവരം പ്രാദേശിക പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നൽകണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമൂഹ മാധ്യമ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൂടെയും വിവരം ജനങ്ങളെ അറിയിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർ ബൂത്ത് തിരിച്ചുള്ള പട്ടിക പ്രദർശിപ്പിക്കണം. പരാതിയുള്ളവർക്ക് ആധാർ കാർഡിന്റെ പകർപ്പ് ചേർത്ത് പരാതി നൽകാമെന്നുമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജില്ലാ തലത്തിൽ വെബ്സൈറ്റുകൾ ഇല്ലെന്നായിരുന്നു ഹർജിക്കാർ വാദിച്ചത്. ഒഴിവാക്കിയവരുടെ പട്ടിക ജില്ലാ തലത്തിൽ പ്രസിദ്ധീകരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെയാണ് ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി എത്തിയത്.
സുതാര്യത വോട്ടർമാരുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആർ അച്യുതൻ, 24, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേൽവിലാസത്തിൽ വീട്ടു നമ്പർ പോലും ഇല്ലാതെ വോട്ടുകൾ ചേർത്തതിന്റെ തെളിവ് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടു. അതിനിടെ തൃശൂർ അവണിശ്ശേരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ BJP പ്രാദേശിക നേതാവിനെതിരെ ക്രമക്കേട് ആരോപണവും ഉയർന്നു. BJPയുടെ തൃശൂരിലെ വിജയം കൃത്രിമമെന്ന് ആരോപിച്ചാണ് വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പുതിയ തെളിവുകൾ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടത്. വ്യാപകമായി ഈ മണ്ഡലത്തേതല്ലാത്ത വോട്ടർമാരെ ചേർക്കുന്നുണ്ട്. അത് BJPയുടെ ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. സുരേഷ് ഗോപിയുടെ മൗനം അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ആരോപണങ്ങൾ തള്ളി BJP ജില്ലാ നേതൃത്വം. തൃശ്ശൂരിലെ പാർട്ടി ഓഫീസുകളിൽ വർഷങ്ങളായി താമസിക്കുന്നവർ അവരെല്ലാം വോട്ടവകാശം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതേസമയം തൃശൂർ അവണിശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. 69-ാം നമ്പർ ബൂത്തിൽ 17 വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് BJP പ്രാദേശിക നേതാവാണ്. 20 വയസ്സ് മുതൽ 61 വയസ്സുവരെയുള്ളവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തെന്നാണ് കണ്ടെത്തൽ. 24 തൃശൂർ. വയനാട്ടിൽ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞു. കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരിയിൽ ഒരേ വീട്ടുപേരിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് വോട്ടുണ്ട് എന്ന ആരോപണം വോട്ടേഴ്സ് തള്ളി. ചൗണ്ടേരി എന്ന വീട്ടുപേരിൽ വള്ളിയമ്മയ്ക്കും മറിയത്തിനും വോട്ട് വന്നതിലുള്ള യഥാർത്ഥ കാരണം ഇത് ഒരു സ്ഥലപ്പേരായതുകൊണ്ടാണ്. ചൗണ്ടേരി എന്നുള്ള പേരാണോ? ചൗണ്ടേരി വീട്ടുപേരാണോ? ചൗണ്ടേരി വീട്ടുപേരാണോ? ഈ നാടിന്റെ പേരാണെന്ന് പറയുന്നത്? ഈ നാടിന്റെ പേര് തന്നെ. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടോ? എല്ലാം ഉണ്ട്. അതിൽ ഈ അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം കുടുംബവും ഒരു ഹൈന്ദവ കുടുംബവും ഒരുമിച്ച് താമസിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രയാസം. അത് ഈ നാട്ടിൽ നിന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 2, ഇവിടുത്തെ ക്രിസ്ത്യൻ ആളുകളുടെ വീട്ടുപേര് ചൗണ്ടേരി എന്നാണ്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടുപേര് ചൗണ്ടേരി. ഇത് സ്ഥലത്തിന്റെ പേരാണ്. ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനയ്ക്ക് 3 ബൂത്തുകളിൽ വോട്ടുണ്ടെന്ന ആരോപണവും മൈമൂന തന്നെ തള്ളി. 3 ബൂത്തുകളിൽ 3 പഞ്ചായത്തുകളിലെ മൈമൂനമാരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് പിന്നീട് കണ്ടെത്തി. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല. സാധാരണ ഒരു വോട്ട് 5 കൊല്ലത്തിലുണ്ടാവുമ്പം ആ വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത വോട്ട് ചെയ്തിട്ടില്ല. എനിക്കത് ഞാൻ തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കതിന് പറയാനുള്ളൂ. പിന്നെ ഒന്നാമത് അതുമല്ല, നമ്മൾ കള്ളവോട്ട് എന്താ എങ്ങനെ ചെയ്യേണ്ടി ആവും കൂടി നമുക്കറിയില്ല. ഈ നാട് തന്നെയാണ് എൻ്റെ പ്രസവിച്ച നാടും, ഈ നാട് തന്നെയാണ്. കല്യാണം കഴിച്ച നാടും ഞാൻ ഇവിടെ തന്നെയാണ്. അല്ലാത്തൊരു കുഴപ്പമില്ല. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ വോട്ടുകൊള്ള ആരോപിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാന വ്യാപകമായി ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി കോൺഗ്രസ്. ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന മാർച്ചുകളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക വെളിപ്പെടുത്തൽ. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയൽവാസിയായ വീട്ടമ്മ 24-നോട് പറഞ്ഞു. സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ കൊന്നു തള്ളി എന്നാണ് വെളിപ്പെടുത്തൽ. ശശികലയുടെ തുറന്നു പറച്ചിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ബിന്ദു പത്മനാഭൻ കേസിൽ ഇതുവരെ പുറത്തുവരാത്ത വെളിപ്പെടുത്തലാണ് വീട്ടമ്മയുടേത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യനൊപ്പം ഫ്രാങ്ക്ലിൻ എന്ന സുഹൃത്തുണ്ടായിരുന്നെന്നും കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ പറയുന്നു. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. ആ ക്ലിപ്പ് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി കഴിഞ്ഞു. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഉടനെ കൊടുത്തു കഴിഞ്ഞതാണ്. സംസാരത്തിനിടയിൽ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. സ്ഥിരീകരണത്തിനായി ഫ്രാങ്ക്ലിന്റെ സുഹൃത്തും ഇടനിലക്കാരനുമായ സോഡാ പൊന്നപ്പനുമായും കാര്യം സംസാരിച്ചു. ഇതേ കാര്യം ഇയാളും ആവർത്തിച്ചതോടെ ഫോൺ സംഭാഷണം അടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യന് അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി. ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരൻ കളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി.
ആട്ടോക്കാരെ പിടിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് അറിയാം. ആദ്യ അന്വേഷണ സംഘം കേസിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. ജാനമ്മ കേസിന്റെ പിന്നാലെ അന്വേഷണം വീണ്ടും ആരംഭിച്ചതോടെ ഫോൺ സംഭാഷണമടക്കം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറി. ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിന്റെയും സുഹൃത്ത് സോഡ പൊന്നപ്പന്റെയും മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്, അതും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ ബാബു കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് സംഭവിച്ചത് അവിടെ? ഈ വീട്ടിൽ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, സ്ഥിരം മദ്യപാനി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നും മദ്യപിച്ചെത്തി വീട്ടിൽ വലിയ തോതിലുള്ള അലമ്പുണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ, മാതാപിതാക്കളെ മർദ്ദിക്കുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഈ മർദ്ദനത്തെ ചെറുക്കുന്നതിനിടെയാണ് ഈ ആഗ്നസ് ഒപ്പം ഇയാളുടെ പിതാവ്, ഈ ആഗ്നസ് അമ്മയാണ്, ഒപ്പം ഈ പിതാവിനെയും ഒക്കെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. വീടിന് വരാന്തയിൽ വെച്ചാണ് ഇരുവരെയും വെട്ടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ രണ്ടുപേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗുരുതരമായ പരിക്ക് രണ്ടുപേർക്കും ഈ സമയത്ത് തന്നെ ഏറ്റിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക്, ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തലയ്ക്കും നെഞ്ചിനും കഴുത്തിനും വയറിനുമടക്കം എല്ലാ ഭാഗങ്ങളിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മദ്യപാനം ഈ വീട്ടിനുള്ളിലും, ഇന്ന് ഈ കൃത്യം നടക്കുന്നതിന് മുമ്പ് വീടിനുള്ളിലും ഈ മദ്യപാനം നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിൽ മദ്യക്കുപ്പി കാണുന്നുണ്ട്. ഒപ്പം ഈ വീടിന്റെ വരാന്തയിൽ വലിയ തോതിൽ ചോര ഇപ്പോഴും തളം കെട്ടി കിടക്കുകയാണ്. ഈ വരാന്തയിൽ വെച്ചാണ് ഈ രണ്ടുപേരെയും ഈ ആക്രമണത്തെ ചെറുക്കുന്നതിനിടെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. എന്തായാലും അതീവ ഗുരുതര പരിക്ക്, ആഴത്തിലുള്ള മുറിവടക്കം ഇരുവരുടെയും ദേഹത്തുണ്ട്. അല്പസമയം മുമ്പാണ് ഈ രണ്ട് മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ ഇയാൾ എവിടെയാണ്, ഈ കൃത്യം നടത്തിയതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് ഈ ബാബു എന്ന് പറയുന്ന ഇവരുടെ മകൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതുവരെ ഇയാളെ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. അശ്വിൻ, ഇത് ഈ സംഭവം നടക്കുമ്പോൾ ഈ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനോ ഒന്നും അയൽക്കാരോ നാട്ടുകാർക്കോ ഒന്നും കഴിഞ്ഞില്ല? വളരെ വൈകിയാണോ ഈ സംഭവമൊക്കെ നാട്ടുകാരും ഒക്കെ അറിയുന്നത്? വളരെ അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമാണ് വിജയകുമാർ. അത്രത്തോളം ജനസാന്ദ്രതയുള്ള, അല്ലെങ്കിൽ ഒരു മതിലിനപ്പുറം മറ്റൊരു വീടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു, ഒപ്പം ആംബുലൻസിലും വിവരം അറിയിച്ചു. അവരെത്തി ആംബുലൻസിൽ നിന്ന് ആളുകളെ, ഈ രണ്ട് ഗുരുതരമായി പരിക്കേറ്റ, ആഴത്തിൽ മുറിവേറ്റ രണ്ടുപേരെയും ആംബുലൻസ് വിളിച്ച് അകത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ ഇവരുടെ മരണം സംഭവിച്ചിരുന്നു. അത്രത്തോളം ഗുരുതരമായ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരുന്നത്. അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ്, ഒപ്പം ക്രൂരമായ ആഴത്തിലുള്ള വെട്ടാണ് ഈ രണ്ടുപേർക്കും ഏറ്റത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ നാട്ടുകാർക്ക് ഇയാളെ പിടികൂടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അത്രത്തോളം അക്രമാസക്തനായിരുന്നു ഈ പ്രതിയായ ബാബു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീടിന്റെ പിൻവശത്തു കൂടി ഇയാൾ ഇറങ്ങി ഓടി എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. നിലവിൽ പോലീസ് ആലപ്പുഴ നഗരമാകെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നില്ല. ഉടൻ തന്നെ പിടികൂടാനാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. അതിദാരുണമായൊരു വാർത്തയാണ് ഈ രാത്രി വൈകി വരുന്നത്. ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബാബു, മകന്റെ പേര് ബാബു എന്നാണ്. അയാൾ അവിടെ ഒന്ന് ഓടിപ്പോയി. അയാൾ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് ഇപ്പോൾ. അയാൾ പിടിയിലായിട്ടുണ്ട്. അയാളെ പിടിയിലായിട്ടുണ്ട്. അശ്വിൻ, അയാളെ പരിസരത്ത് വെച്ച് തന്നെ പിടികൂടിയെന്ന് തോന്നുന്നു പോലീസ്, അല്ലേ? ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് വിജയകുമാർ, ഈ സമീപത്തെ ഒരു ബാറിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടത് സമീപത്തെ ഒരു ബാറിലേക്കാണ്. ആ ബാറിൽ നിന്ന് ഇയാളെ പോലീസ് സംഘം പിടികൂടി എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് വരുന്നത്. എന്തായാലും അത്രത്തോളം അബോധാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വിവരം കേൾക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പെറ്റു വളർത്തിയ അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ബാറിൽ പോയി മദ്യപിക്കുകയാണ് ആ മകൻ ചെയ്തത്. അവിടെ നിന്നാണ് നിലവിൽ ഇപ്പോൾ ഇയാളെ പോലീസ്
പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 1 മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഏകദേശം ഒരു 9 മണിയോടുകൂടി സംഭവം ഉണ്ടാകുന്നു. വീട്ടിൽ തർക്കവും അടിയും ബഹളവും എല്ലാം ഉണ്ടാകുന്നു. അതിനിടെ കയ്യിൽ കരുതിയിരുന്ന വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അച്ഛനെയും അമ്മയെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ആഴത്തിലേറ്റ മുറിവിൽ തൽക്ഷണം തന്നെ ഇരുവരും മരണപ്പെടുകയാണ്. അതിനുശേഷം നാട്ടുകാർ ബഹളം വെച്ചതോടുകൂടി ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി ബാബു സമീപത്തെ ഒരു ബാറിൽ കയറി മദ്യപിക്കുന്നു. അതിനിടെ പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്ത് ഇയാളുടെ വഴി കണ്ടെത്തി ഈ ബാറിൽ നിന്ന് ഇയാളെ പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. വിജയകുമാർ, ആലപ്പുഴയിലാണ് ഈ ദാരുണമായ സംഭവം. അവിടെ മാതാപിതാക്കളെ മകൻ വെട്ടിക്കൊന്നു. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ മകൻ ബാബു അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സമീപത്തെ ബാറിൽ വീണ്ടും മദ്യപിച്ചു. അവിടെ ഒന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാവുന്ന അവസ്ഥയിലല്ല അയാൾ. അതുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീടായിരിക്കും. എന്തായാലും അതിക്രൂരമായ ഈ കൊലപാതകം നടത്തിയ പ്രതിയെ, മകനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പോലീസ് കസ്റ്റഡിയിലും കൊലവിളിയുമായി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ജീവിതം തുലയ്ക്കുമെന്നാണ് ഭീഷണി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ 24-നോടായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. 2019 സജിത കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള ചെന്താമരയുടെ വെല്ലുവിളി. ഇന്ന് ഭാര്യ വിലാസിനിയും ചെന്താമരക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഭാര്യയല്ല ആരായാലും തന്റെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയാൽ തുലയ്ക്കുമെന്ന പ്രതികരണം. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആരെയാണ് ശരി, എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു, അത് ആരാണെന്ന് അറിഞ്ഞ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ? 3 കൊലപാതകങ്ങൾ ചെയ്ത ചെന്താമരയ്ക്ക് ജയിൽവാസത്തിനിടയിലും ഒരു മനസ്താപവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രതികരണം. ചെന്താമരയെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. അങ്ങനെ പ്രതികരിച്ചതിനുള്ളത് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവിടെ കൊല്ലും, ഞാൻ കൊല്ലും. അവിടെ പറഞ്ഞ ബോയന്മാരിന് ഒരെണ്ണത്തിന് ഞാൻ വെളിയിലിറങ്ങിയ വീടില്ല എന്ന്. ജോൺ വർഗീസിനും രാജീവ് സുദേവിനുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്ത അന്വേഷണ സംഘം. 1-ാം പ്രതി റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തിന്റെയും പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് കേസെടുത്തത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. 1-ാം പ്രതി റമീസിന്റെ പിതാവ് റഹീം, മാതാവ് ഷെരീഫ എന്നിവരെ 2ഉം 3ഉം പ്രതികളായും റമീസിന്റെ സുഹൃത്ത് സഹദിനെ 4-ാം പ്രതിയായും ഉൾപ്പെടുത്തിയാണ് പ്രതിപട്ടിക പുതുക്കിയത്. മതം മാറണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് മാതാപിതാക്കൾക്കെതിരായ കുറ്റം. പ്രശ്നം സങ്കീർണമായെന്ന് ബോധ്യപ്പെട്ടിട്ടും ആക്രമണം തടയാനോ ലഘൂകരിക്കാനോ സഹദ് ശ്രമിച്ചില്ല എന്നും പോലീസ് കണ്ടെത്തി. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെ ഒളിവിൽ പോയ മാതാപിതാക്കളെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. സഹദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് നീങ്ങും. റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. CPIM നേതാവ് PK ശ്രീമതി യുവതിയുടെ കോതമംഗലത്തെ വീട്ടിലെത്തി. കുറ്റവാളികൾ ഏത് തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ആളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. റമീസിനെതിരായ ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് മറ്റു പ്രതികളുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. യുവതിയുടെ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. 24 തൊടുപുഴ. രാജ്യത്ത് സ്വാതന്ത്ര്യ ദംശനങ്ങൾ നടക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. കന്യാസ്ത്രീകൾ ഇതിന്റെ ഭാഗമായാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ധ്വംസനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. വിശിഷ്യ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ, മിഷണറിമാർ, നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സന്യസ്തർ, അവരൊക്കെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തപ്പെടുകയും ഏത് നിമിഷം അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സംഘപരിവാർ അനുകൂല നിലപാട് തിരുത്തിയത് MV ഗോവിന്ദൻ എഫക്ട് ആണെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പറയേണ്ടത് പറഞ്ഞുവെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു.
വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനെ ഇരുട്ടുമുറിയിൽ ഇരുത്തിയതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും പോലീസിനോടും റിപ്പോർട്ട് തേടി. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ പ്രതികരണമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. എന്താണ് തുടർ നടപടികൾ? വിജയകുമാർ, തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയോട് സ്കൂൾ അധികൃതർ വൈകിയെത്തിയതിനെ തുടർന്ന് കാണിച്ച ക്രൂരതയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നടപടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെ നിലവിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരിക്കുന്നതെന്ന് പറയാം. സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഒപ്പം തന്നെ പോലീസിനോടും അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ട് അടിയന്തരമായി തന്നെ സമർപ്പിക്കണം. ബാലാവകാശ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ സ്കൂൾ ഇന്ന് സന്ദർശിച്ചിരുന്നു, റിപ്പോർട്ടുകൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിലവിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നത്. നമ്മൾ 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടിരുന്നത്. ഈ കുട്ടിയോട്, ഈ വൈകിയെത്തിയ കുട്ടിയോട്, എത്രയ്ക്കെത്തിയ കുട്ടിയെ 5 മിനിറ്റ് സൂര്യശ്രീ, വളരെ വിശദമായി തന്നെ നമ്മൾ ഈ വാർത്താ പകലിൽ ഇത് ഫോളോ ചെയ്തതാണ്. അതിലിപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിനോട് പോലീസിനോട് ഒക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.